Android programming. Dear students, today we will discuss Android programming 5th module file system. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമുക്ക് കുറച്ച് കണ്ടന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ്രോയിഡ് ഫയൽ സിസ്റ്റം, അതായത് പെർസിസ്റ്റിംഗ് ഡാറ്റ എങ്ങനെ പെർസിസ്റ്റ് ചെയ്യാന്നുള്ള കണ്ടന്റ്, സേവിംഗ് ആപ്ലിക്കേഷൻ ഡാറ്റ, ഒരു ആപ്ലിക്കേഷനിലെ സെപ്പറേറ്റ് വരുന്ന ഓരോ ആപ്ലിക്കേഷനിലെ ഡാറ്റ എങ്ങനെ സേവ് ചെയ്യുക, എങ്ങനെ റിട്രീവ് ചെയ്യുക, ക്രിയേറ്റിംഗ് സേവിംഗ് ഷെയർഡ് പ്രിഫറൻസസ്, 3 ടൈപ്പ് കണ്ടന്റ് പറഞ്ഞു. ഷെയർഡ് പ്രിഫറൻസസ്, അതുപോലെ സ്റ്റേറ്റ് ബണ്ടിൽ, സേവ്ഡ് സ്റ്റേറ്റ് ബണ്ടിൽ, തേർഡ് വൺ ലോക്കൽ ഫയൽസ്. ഷെയർഡ് പ്രിഫറൻസിന്റെ കണ്ടന്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ സേവ് ചെയ്യാം, ആ ഡാറ്റാബേസിലെ ഡാറ്റ എങ്ങനെ റിട്രീവ് ചെയ്യാം, അത് ആക്സസ് ചെയ്യാം. ദെൻ പ്രിഫറൻസ് ലേഔട്ട് XML ക്രിയേറ്റ് ചെയ്യുന്ന പ്രിഫറൻസ് എങ്ങനെ, അതിന്റെ ലേഔട്ട് എങ്ങനെയായിരിക്കും. ദെൻ ആപ്ലിക്കേഷൻ സ്റ്റേറ്റ് പെർസിസ്റ്റിംഗ് ദ ആപ്ലിക്കേഷൻ സ്റ്റേറ്റ്, ഓരോ ആപ്ലിക്കേഷനും കറക്റ്റ് ആയിട്ട് ഓരോ സ്റ്റേറ്റിൽ എങ്ങനെ ഡാറ്റാബേസ് സേവ് ചെയ്ത് വെക്കുക. വർക്കിംഗ് വിത്ത് ഫയൽ സിസ്റ്റം നമ്മൾ 3 ടൂൾസ് പറഞ്ഞു. ഫയൽ മാനേജ്മെന്റ് ടൂൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ ബണ്ടിൽ സ്റ്റേറ്റ്, ആപ്ലിക്കേഷൻ സ്റ്റേറ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് SQLite, സ്ട്രക്ചേർഡ് ക്വറി ലൈറ്റർ വെർഷൻ. ഇറ്റ് ഈസ് എ ട്രാൻസാക്ഷണൽ ഡാറ്റാബേസ് എഞ്ചിൻ. നമുക്ക് യൂസ് ചെയ്യാൻ SQL അല്ലേ, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് ആണ്. ഇപ്പോൾ ട്രാൻസാക്ഷൻസ് ഡാറ്റാബേസ് എഞ്ചിൻ നമുക്ക് കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ട്, അതൊക്കെ കഴിഞ്ഞ സെമസ്റ്ററിലൊക്കെ. SQL സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്, ഡാറ്റാബേസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. അപ്പൊ ഇവിടെ ഫേസ്ബുക്ക് ലൈറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ SQLite വെർഷനാണ് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഈ ലൈറ്റ് വെർഷൻ യൂസ് ചെയ്യാൻ കാരണം, സാധാരണ SQL എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ അതിനെ റൺ ചെയ്ത് വരാൻ ഒരുപാട് സമയം പിടിക്കും, നല്ല കപ്പാസിറ്റി വേണം. അപ്പൊ ബാക്ക് എൻഡ് ആയിട്ട് SQL വർക്ക് ചെയ്യണമെങ്കിൽ നല്ല കപ്പാസിറ്റി ഉള്ള ഡിവൈസ് ആയിരിക്കണം, വളരെ സ്ലോ ആയിട്ട് റൺ ചെയ്ത് പോവുക. നമുക്കറിയാം, നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അങ്ങനെ വളരെ സ്ലോ ആയിട്ട് റൺ ചെയ്യുള്ളൂ ഈ SQL വർക്ക് ചെയ്യണമെങ്കിൽ. ഓക്കെ, അപ്പോൾ അതിന്റെ ലൈറ്റർ വെർഷൻ അതിൽ യൂസ് ചെയ്യുന്നത്. SQLന്റെ എല്ലാ ഫീച്ചേഴ്സും വേണം, എന്നാൽ അതിന്റെ ലൈറ്റർ വെർഷൻ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് വളരെ ഫാസ്റ്റ് ആയിട്ട് റൺ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കുറഞ്ഞ ഡാറ്റ, അതുപോലെ കുറഞ്ഞ മെമ്മറി കൺസ്യൂം ചെയ്യുള്ളൂ. നമുക്കറിയാം, നമ്മുടെ ഫേസ്ബുക്കിലായിട്ട് മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അന്നൊക്കെ ഡാറ്റ വളരെ കുറവായിരുന്നു. ഇന്ന് 1 GB 2 GB 3 GB ഒക്കെ പെർ ഡേ നമുക്ക് ഡാറ്റ അവൈലബിൾ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് പ്രശ്നമല്ല. മുമ്പ് കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫേസ്ബുക്ക് ലൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, ഗൂഗിളിന്റെ ലൈറ്റ് ഉണ്ട്, ഒരുപാട് ആപ്ലിക്കേഷൻ ലൈറ്റ് വെർഷൻസ് അവൈലബിൾ ആണ്. അപ്പൊ ലൈറ്റ് വെർഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സും നടക്കും, എന്നാൽ വളരെയധികം മെമ്മറി കൺസ്യൂം ചെയ്യില്ല, വളരെ ലോ മെമ്മറി കൺസ്യൂം ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കണ്ടന്റാണ് ലൈറ്റർ വെർഷൻ. അപ്പൊ ഇവിടെ അതുപോലെ തന്നെ SQLന്റെ എല്ലാ ഫീച്ചേഴ്സും, എല്ലാ ലാംഗ്വേജസും ക്വറീസും ഇംപ്ലിമെന്റ് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു കൺസെപ്റ്റിന്, പക്ഷേ അതിന്റെ ലൈറ്റർ വെർഷൻ ആണ് ഇംപ്ലിമെന്റ് ചെയ്തത്. ട്രാൻസാക്ഷണൽ ഡാറ്റാബേസ് എഞ്ചിനാണ് SQL. ഇറ്റ് ഈസ് സെൽഫ് കണ്ടെയ്ൻഡ് ഉദ്ദേശിച്ചത് അതിൽ തന്നെ ഉണ്ട് അതിന്റെ ഡാറ്റാബേസ് യൂസ് ചെയ്യാനുള്ള ലാംഗ്വേജസ്, ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. നമ്മൾ 1 by 1 ജസ്റ്റ് പറയാം. ഓക്കെ, ഇറ്റ് വാസ് നോ സെപ്പറേറ്റ് സർവർ പ്രോസസ്, എക്സ്ട്രാ ഒരു സർവർ റൺ ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിൽ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. നോ സെപ്പറേറ്റ് സർവർ പ്രോസസ് റൺ ചെയ്യേണ്ട ആവശ്യമില്ല, സെപ്പറേറ്റ് ഇതിൽ തന്നെ ഈ SQLite തന്നെ അതുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നോ സെപ്പറേറ്റ് സർവർ പ്രോസസ് അവൈലബിൾ. SQLite ഈസ് നോട്ട് എ ഗൂഗിൾ പ്രോജക്ട്. ഗൂഗിളിന്റെ ഒരു കണ്ടന്റ് അല്ല, നമുക്കറിയാലോ SQL എന്നുള്ള കണ്ടന്റ് ഗൂഗിളിന്റെ പ്രോഡക്റ്റ് അല്ല, പക്ഷെ ഗൂഗിൾ കോൺട്രിബ്യൂട്ടഡ് ടു ഇറ്റ്. നമ്മുടെ ആൻഡ്രോയിഡ് ഡിവൈസ് എന്ന് പറഞ്ഞ ഗൂഗിളിന്റെ പ്രൊഡക്റ്റ്, അതിന്റെ ഒരു കോൺട്രിബ്യൂഷൻ മാത്രമേ ഉള്ളൂ. SQL എന്ന് പറഞ്ഞത് ഗൂഗിളിന്റെ പ്രൊഡക്റ്റ് അല്ല. ഭാവിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഗൂഗിളിന്റെ ഒരു കണ്ടന്റ് കൂടെ, ഗൂഗിളിന്റെ പ്രൊഡക്റ്റും കൂടെ, ഈ ഡാറ്റാബേസ് കൺസെപ്റ്റും കൂടെ ആഡ് ചെയ്യാനുള്ള ഗൂഗിളിന്റെ പ്രൊഡക്റ്റ് നമുക്ക് വരുന്നില്ല, എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, കാരണം SQL എന്ന ഒരു ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടന്റാണ്, നമുക്ക് അത് ഏതിനും സ്യൂട്ടബിൾ. ഇവിടെ നമുക്ക് ആൻഡ്രോയിഡിനാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, റിലയബിലിറ്റി ഈസ് എ കീ ഫീച്ചർ ഓഫ് SQL അല്ലെ, ഒരു വിശ്വാസത. ഗൂഗിളിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞ ഒരു വിശ്വാസം ഉണ്ടല്ലോ, അതേപോലെ തന്നെ ഇവിടെ SQLിലെ കീ ഫീച്ചർ എന്ത്, റിലയബിലിറ്റി എന്ന് പറഞ്ഞത്. Okay, SQLite has an international team of software developers who are dedicated to enhancing the software's capabilities and reliability. ഇന്റർനാഷണൽ ടീം ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് അല്ലെ, SQLന്റെ സ്വന്തമായിട്ട് തന്നെ ഒരു ഇന്റർനാഷണൽ ടീം ഉണ്ട് അവർക്ക്. അതിന് യൂസ് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ആണ് അവര് വളരെയധികം ഡെഡിക്കേറ്റഡ് ടു സോഫ്റ്റ്വെയർസ് കാപ്പബിലിറ്റീസ് ആൻഡ് റിലയബിലിറ്റി. സോഫ്റ്റ്വെയർസിന്റെ കാപ്പബിലിറ്റീസും റിലയബിലിറ്റിയും വളരെ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇന്ന് നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് നല്ല എല്ലാ ഡിവൈസും നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, SQL ലാംഗ്വേജ്, അത് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. നമുക്കറിയാം, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് നമ്മൾ SQL ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് അല്ലെ, കഴിഞ്ഞ സെമസ്റ്ററുകളിലൊക്കെ. സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജസ് അതിന്റെ ഒരു ബ്രീഫ് ആയിട്ട് കണ്ടന്റ് പറയാം. നമ്മൾ ഇവിടെ ലാംഗ്വേജ് അല്ല പഠിക്കുന്നത്, പക്ഷെ ഇതില് SQLite കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ SQL ലാംഗ്വേജ് നമുക്ക് അറിഞ്ഞിരിക്കണം. അതിൽ എന്തൊക്കെ വരുന്നു എന്ന് പറയുന്ന ഒരു കണ്ടന്റ് മാത്രമാണ്. ഇവിടെ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല, എന്തൊക്കെയാണ് അതിലുള്ളത്, ഏതൊക്കെ കണ്ടന്റ് ഉപയോഗിച്ചിട്ട് വർക്ക് ഔട്ട് ചെയ്യാം എന്നുള്ള ടൂൾസിന്റെ കൺസെപ്റ്റ് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. നോക്കാം,
ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്, ദാറ്റ് ഈസ് DDL, like ഡെഫിനിഷൻ ലാംഗ്വേജ്. അതിൽ വരുന്നതാണ് ക്രിയേറ്റ് ടേബിൾ, ഡ്രോപ്പ് ടേബിൾ. നമ്മൾ പഠിക്കുന്ന കണ്ടന്റുകളാണ്, അതാണ് ഇത് വരുന്നത്. ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ ഡ്രോപ്പ് ചെയ്യാൻ ടേബിൾ ഡിലീറ്റ് ചെയ്യാം. ടേബിളിന്റെ സ്ട്രക്ചറൽ ചേഞ്ചസ് വരുത്താൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് DDL ലാംഗ്വേജ്. ആൾട്ടർ ടേബിൾ, ക്രിയേറ്റ് ഡാറ്റാബേസ്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കണ്ടന്റുകളൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ടോട്ടൽ ടേബിളിന്റെ സ്കീമ ചേഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ആ ഒരു കണ്ടന്റ് ആണ് എന്ത് DDL എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ ലാംഗ്വേജ്. സ്കീമ എന്ന് പറഞ്ഞാൽ ഡാറ്റ എബൌട്ട് ഡാറ്റ, ടേബിളിന്റെ അകത്തുള്ള ഒരു ഡാറ്റ ഉണ്ടാവും, അതിന്റെ കുറിച്ചുള്ള ഡാറ്റകളാണ് ടേബിൾ. ഡാറ്റ എബൌട്ട് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഡാറ്റയെ കുറിച്ചുള്ള ഡാറ്റ. ടേബിളിന്റെ അകത്ത് കുറെ ഡാറ്റ ഉണ്ടാവും, അതിനെ കുറിച്ചുള്ള ഡാറ്റയാണ് ടേബിളിന്റെ സ്ട്രക്ചർ, ആ ടേബിളിന്റെ നെയിം, ടേബിളിന്റെ ആട്രിബ്യൂട്ട്സുകൾ, അതിന്റെ കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ചേഞ്ചസ് വരുത്താൻ വേണ്ടി അല്ലെങ്കിൽ അതിന് പുതിയത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളത് ഡിലീറ്റ് ചെയ്യാൻ അതൊക്കെ യൂസ് ചെയ്യുന്ന കണ്ടാണ് DDL ലാംഗ്വേജ് യൂസ് ചെയ്യും. ദെൻ ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്, DML മീൻസ് മാനിപ്പുലേഷൻ. എന്താണെന്ന് പറഞ്ഞില്ലേ, ഓൾറെഡി ഉള്ള ഡാറ്റയെ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് ഇൻസേർട്ട് ചെയ്യുക. ഫയലോടുണ്ട്, ടേബിളോടുണ്ട്, ടേബിളിൽ ഡാറ്റ ഒന്നുമില്ല, അപ്പൊ ഡാറ്റ നമുക്ക് എന്ത് ചെയ്യണം, ഇൻസേർട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഡാറ്റ വീണ്ടും നമുക്ക് എന്ത് ചെയ്യണം, ഡാറ്റ ഇൻസേർട്ട് ചെയ്യണം, എക്സ്ട്രാ ഒരു റോസ് കൊണ്ട് ആഡ് ചെയ്യണം. സോ ഇൻസേർട്ട് ചെയ്യുക, ഡാറ്റ ഡിലീറ്റ് ചെയ്യുക, സെലക്ട് ചെയ്യുന്ന ഡാറ്റ റിട്രീവ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. മോഡിഫിക്കേഷൻ ആൻഡ് അപ്ഡേഷൻ ആണ്. ദെൻ അതിലുള്ള ഡാറ്റ ഡിലീറ്റ് ചെയ്യുക. ഇപ്പൊ ടേബിളിന്റെ അകത്തുള്ള വാല്യൂസിന് ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഡിലീറ്റ്, അപ്ഡേറ്റ്, ഇൻസേർട്ട്, സെലക്ട് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. നെക്സ്റ്റ് ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്. ഇവിടെയാണ് ആക്സസ് പെർമിഷൻസ് ഒക്കെ സെറ്റ് ചെയ്യുക. ഡാറ്റാബേസിലെ കണ്ടന്റ് ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യാനുള്ള ലാംഗ്വേജ്. ഗ്രാൻഡ് ഉദ്ദേശിച്ച് പെർമിഷൻ ഗ്രാൻഡ് ചെയ്യാം. ഇപ്പൊ യൂസേഴ്സിനുള്ള പെർമിഷൻസ് ആക്സസ് ചെയ്യാം. ആ പെർമിഷൻ എന്നുള്ള ഓരോ പെർമിഷൻസ് ആണ്. ആ പെർമിഷൻ ആക്സസ് ചെയ്യാനാണ് ഗ്രാൻഡ്. പെർമിഷൻ കൊടുക്കുന്നതിനാണ് ഗ്രാൻഡ് അറിയാം. ലാസ്റ്റ് പെർമിഷൻ കൊടുത്ത പെർമിഷൻ റിട്രീവ് ചെയ്യുക, അത് ഒഴിവാക്കുക, ഡിലീറ്റ് ചെയ്യുക, അതിനാണ് എന്ത് ചെയ്യുക, റിവോക്ക് എന്ന് പറയുന്നത്. ഓൾറെഡി ഗ്രാൻഡ് ചെയ്ത പെർമിഷൻസ് എന്താണോ ആ പെർമിഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചെടുക്കാൻ പറ്റും, അതിനാണ് റിവോക്ക് ചെയ്യുക. കമ്മിറ്റ് ചെയ്യാൻ നമുക്ക് സേവ് ചെയ്യാനും, കണ്ടന്റ് ഡാറ്റാബേസിൽ സേവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമ്മിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. റോൾ ബാക്ക് എന്നാൽ അൺഡു ചെയ്യുന്ന കണ്ടന്റ്. അത് ലാസ്റ്റ് ട്രാൻസാക്ഷൻ നമുക്ക് സേവ് ചെയ്ത കണ്ടന്റ് ഒക്കെ എന്ത് ചെയ്യാം, ലാസ്റ്റ് ട്രാൻസാക്ഷൻ തിരിച്ചെടുക്കാൻ പറ്റും, റോൾ ബാക്ക് ചെയ്യാം, ആ ട്രാൻസാക്ഷൻ അൺഡു ചെയ്യാം. ദെൻ ഡാറ്റാബേസ് കൺസ്ട്രെയിൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇതെല്ലാം SQL വരുന്ന കണ്ടന്റ്, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ട ഇവിടെ. യുണീക്ക്, നള്ള്, പ്രൈമറി കീ, ചെക്ക്, നോട്ട് നൾ, ഇതെല്ലാം ഡാറ്റാബേസ് കൺസ്ട്രെയിൻസ് ആണ്. ദെൻ അഡീഷണൽ ഡാറ്റാബേസ് കൺസെപ്റ്റ് പറഞ്ഞിരുന്നു. ഇന്നർ ജോയിൻ, കമ്പോണന്റ് ക്വറീസ്, ട്രിഗേഴ്സ്. ജോയിൻസ് പല ടൈപ്പ് ഉണ്ടല്ല, ഇന്നർ ജോയിൻ, ഔട്ടർ ജോയിൻ, ഫുൾ ജോയിൻ. അതുപോലെ എല്ലാ ജോയിൻസും കമ്പോണന്റ് ക്വറീസും ട്രിഗേഴ്സും ഒക്കെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഏത് ആപ്ലിക്കേഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അത് ആ ആപ്ലിക്കേഷൻ അനുസരിച്ചുള്ള ക്വറീസ് നമുക്ക് ഡാറ്റാബേസിന് റിട്രീവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഡാറ്റാബേസ് ട്രാൻസാക്ഷൻസ് വരുന്നതാണ് സപ്പോർട്ട് ആസിഡ് പ്രോപ്പർട്ടി. ഈ SQLite വെർഷനിലും SQLന്റെ ആസിഡ് പ്രോപ്പർട്ടി സപ്പോർട്ട് ചെയ്യും. ഏത് ആസിഡ് പ്രോപ്പർട്ടി ഏതൊക്കെയാണ്? അറ്റോമിസിറ്റി, കൺസിസ്റ്റൻസി, ഐസൊലേഷൻ, ഡ്യൂറബിലിറ്റി അല്ലെ. ഈ നാല് ഇത് സപ്പോർട്ട് ചെയ്യുന്ന ആസിഡ് പ്രോപ്പർട്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് SQL ലാംഗ്വേജിൽ ഉള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും ഈ SQLite. ഓക്കെ, ദെൻ സെൻട്രിക് ഡാറ്റ മോഡൽ. നമ്മുടെ ആൻഡ്രോയിഡ് ഡിവൈസ് വരുന്ന കൺസെപ്റ്റിൽ വരുന്ന ഒരു ഓപ്ഷനാണ് സെൻട്രിക് ഡാറ്റ മോഡൽ. എന്താണ് സെൻട്രിക് ഡാറ്റ മോഡൽ നോക്കാം. ഫണ്ടമെന്റൽ ഡിഫറൻസ് ബിറ്റ്വീൻ മൊബൈൽ ഫോൺ ആപ്സ് ആൻഡ് ഡെസ്ക്ടോപ്പ് ആപ്സ്. ഡെസ്ക്ടോപ്പ് ആപ്സ് ആണ് ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയർസ്. ഈസ് ഹൗ ദേ ഹാൻഡിൽ പെർസിസ്റ്റന്റ്. ഡാറ്റ പെർസിസ്റ്റന്റ് ആയി എങ്ങനെ നിലനിർത്താൻ കഴിയും എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ബേസിക് ഡിഫറൻസ് ആണ് ഇത് രണ്ടും ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പൊ ഇതിലൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ നോർമൽ പി സി പവർ ബാക്കപ്പ് ഇല്ലാതെ UPS ഇല്ലാതെ ഒരു 3-4 തവണ റൺ ചെയ്യുന്ന സമയത്ത് അതാണ്ട് പവർ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അത് ഓഫ് ആവും, പെട്ടെന്ന് ഓഫ് ആവും അല്ലെ. ഡാറ്റ ചെയ്യുന്ന വർക്ക് സേവ് ചെയ്യാതെ ഓഫ് ആവും. UPS ഉള്ളത് കൊണ്ടാണ് അത് കുറച്ച് സമയം നമുക്ക് എന്ത് ചെയ്യാം, ഷട്ട് ഡൗൺ ചെയ്യാനുള്ള അല്ലെങ്കിൽ ടേൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടുന്നത്. ആ ഒരു ഫെസിലിറ്റി ഇല്ലാതെ ഒരു 3-4 തവണ സിസ്റ്റം ഓട്ടോമാറ്റിക്കാണ് ഓഫ് ആക്കി വിചാരിക്കുക. പവർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓഫ് ആയി കഴിഞ്ഞാൽ അതിൽ ഒന്നെങ്കിൽ അതിന്റെ ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ RAM അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു കമ്പോണൻസിന് പ്രോബ്ലം വന്നിട്ടുണ്ടാവും. അറ്റ്ലീസ്റ്റ് വർക്ക് ചെയ്യുന്ന റൺ ചെയ്യുന്ന ആ സോഫ്റ്റ്വെയർസിനെങ്കിലും ഇതിൽ പ്രോബ്ലം വന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ മൊബൈൽ ഫോണിന്റെ കേസ് നോക്കി, റൺ ചെയ്യുന്ന ആപ്ലിക്കേഷന്റെ ആൻഡ്രോയിഡ് ഡിവൈസ് ആണ്, അത് നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് തന്നെ അതിന്റെ ബാറ്ററി റിമൂവ് ചെയ്യും. എന്തെങ്കിലും ഹാങ് ആയി കഴിഞ്ഞാൽ ബാറ്ററി റിമൂവ് ചെയ്യാറുണ്ടല്ലോ. ഇനി അതൊന്നും അല്ലെങ്കിൽ ബാറ്ററി റിമൂവ് ചെയ്യുക, പെട്ടെന്ന് സ്വിച്ച് ഓഫ് ചെയ്യുക. ഏത് ആപ്ലിക്കേഷൻ ഒന്നും വെച്ചും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ സിസ്റ്റത്തിന് ഒരു പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ആൻഡ്രോയിഡ് ഡിവൈസ് ഇതുപോലെ ബാറ്ററി വർക്ക് ചെയ്യുന്ന സമയത്ത് ബാറ്ററി റിമൂവ് ചെയ്തതിനു ശേഷം അതിന് എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ടോ? ഉണ്ടാവാറില്ല. കാരണം എന്താ? അതിന് കാരണം എന്താ? അതിന്റെ ഡാറ്റ പെർസിസ്റ്റൻസ് ആണ്. ഡാറ്റാബേസിലെ ഡാറ്റ പക്ക സേഫ് ആണ്.
നമ്മൾ ഏത് സമയത്തും വിശ്വസിച്ച് നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്ത ഡാറ്റ ഉണ്ടാവും. ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ റിമൂവ് ചെയ്താൽ കഴിഞ്ഞാൽ ബാറ്ററി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കപ്പ് പോയി കഴിഞ്ഞാൽ പോലും ആ ഡാറ്റയ്ക്ക് ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടാവില്ല. കറണ്ട് റൺ ചെയ്യുന്ന ആപ്ലിക്കേഷന് പോലും ഒരു ചേഞ്ചസും വന്നിട്ടുണ്ടാവില്ല. അത് നോർമൽ ആയിട്ട് വീണ്ടും ആദ്യം നമുക്ക് റൺ ചെയ്യാൻ പറ്റും. സോ ഹൗ ദേ ഹാൻഡിൽ പേഴ്സിസ്റ്റന്റ് ആയിട്ട് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്ത് വെക്കുന്നു, അവിടെയാണ് അതിന്റെ ഡിഫറൻസ് വരുന്നത്. Traditional desktop-based applications are open on document, read it into memory, and turn it into object in memory that from data model. നോർമൽ ഡെസ്ക്ടോപ്പ് ബേസ്ഡ് ആപ്ലിക്കേഷൻ ചെയ്യുന്ന കാര്യമാണ്. ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യും, അതിനുശേഷം റീഡ് ചെയ്യും, മെമ്മറിയിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യും, ആൻഡ് ടേൺ ഇൻ ടു ഒബ്ജക്ട്, ഓരോ ഒബ്ജക്ട് റിട്രീവ് മെമ്മറി ഡാറ്റ ആക്സസ് ചെയ്തിട്ട് ഓരോ വർക്ക് ചെയ്യും. അതിൻ്റെയാണ് ഈ ഡാറ്റ മോഡൽ നോർമൽ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്, നോർമൽ ഡെസ്ക്ടോപ്പ് സിസ്റ്റത്തിൽ. ഓക്കെ, robust use of Android combines data models and user interface elements. ഇവിടെ യൂസർ ഇന്റർഫേസ് എലമെന്റ്സ് ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ആ യൂസർ ഇന്ററാക്ഷൻ വരുന്ന ആ ഒരു ഇന്റർഫേസ് ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യും. ആ ആക്ടിവിറ്റി ക്രിയേറ്റ് അതിൽ ഉപയോഗിച്ചിട്ടാണ് ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട്. സോ ബാക്ക് എൻഡ് SQL ആയിട്ട് ഉപയോഗിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഫ്രണ്ട് എൻഡ് നമ്മൾ യൂസ് ചെയ്യുന്ന യൂസർ ഇന്റർഫേസിന്റെ പ്രിഫറൻസ് കൺട്രോൾ ഉപയോഗിച്ചിട്ടാണ് വർക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നത്. നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് ഡാറ്റാ ബേസിൽ ഒരു ഫയലാണ് സേവ് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് ഒരു വൈഫൈ ഓൺ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ഒരു ഫയലായിട്ട് ക്രിയേറ്റ് ആവും ഡാറ്റാ ബേസിനകത്ത്. അത് ഓഫ് ആകുമ്പോൾ ഫയൽ ഓട്ടോമാറ്റിക് ഡിലീറ്റ് ആവും. വീണ്ടും നമ്മൾ GPS ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് GPS സെപ്പറേറ്റ് ചെയ്ത് ഇന്ന സമയത്ത് അത് ഓൺ ചെയ്ത് ലൈഫ് ടൈം ആയി റൺ ചെയ്തുകൊണ്ടിരിക്കുക ഒരു ഫീലിംഗ്, അതായത് ഒരു ഫയലായിട്ട് സേവ് ചെയ്ത് ഫയലിന് സെപ്പറേറ്റ് കോഡ് ഒക്കെ ഉണ്ടാവും. ആ സിസ്റ്റം ജനറേറ്റ് ചെയ്ത കോഡായിരിക്കും, നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ എങ്കിലും സിസ്റ്റം, അതുകൊണ്ടാണ് ഫോൺ ഈ വൈഫൈ ഓൺ ചെയ്തിട്ട് അല്ലെങ്കിൽ GPS ഓൺ ചെയ്തതിനു ശേഷം ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് വിചാരിക്കുക. ആ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും അത് എപ്പോഴും ഓൺ തന്നെയായിരിക്കും. ലാസ്റ്റ് പവർ ഓഫ് ആകുന്ന സമയത്ത് GPS വൈഫൈ ഒക്കെ ഓൺ ആണെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ രണ്ടാം റീസ്റ്റാർട്ട് ചെയ്ത് വരുമ്പോഴും അതെന്തായിരിക്കും, ഓൺ തന്നെ ആയിരിക്കും. കാരണം ആ ഫയൽ ഡാറ്റാബേസ് അപ്പോഴും സെക്യൂർ ആണ്, അത് റിമൂവ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അത് റോബസ്റ്റ് യൂസ് ഓഫ് ആൻഡ്രോയിഡ് എന്ന കണ്ടന്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആപ്സ് റൺ ഓൺ മൊബൈൽ ഡിവൈസസ് വിത്ത് ലിമിറ്റഡ് മെമ്മറി which can run out of battery power at unpredictable and possibly inopportune times. ഓക്കെ, ഇവിടെ പ്രത്യേകിച്ച് പറയേണ്ടത് ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്ന മൊബൈൽ ഡിവൈസ് റൺ ചെയ്യുന്ന ലിമിറ്റഡ് മെമ്മറിയിലാണ്, വളരെ കുറച്ച് മെമ്മറി ഉപയോഗിച്ചിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുക. പക്ഷേ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ അങ്ങനെയല്ല, മെമ്മറി വളരെ കൂടുതൽ മെമ്മറി എടുക്കും. നമുക്ക് പറഞ്ഞ ആൻഡ്രോയിഡ് ഡിവൈസ് യൂസ് ചെയ്ത് തന്നെ ലൈറ്റ് വെയിറ്റ് ഡിവൈസ്, ഹാൻഡിൽഡ് ഡിവൈസിനാണ് അല്ലെ, ലോ പവേർഡ് ഡിവൈസസിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. which can run out of battery power. ബാറ്ററി പവർ ഇല്ലെങ്കിൽ പോലും എന്ത് ചെയ്യും, ആ കണ്ടന്റ് അത് എക്സിക്യൂട്ട് ചെയ്ത് വെക്കും കണ്ടന്റ്. അതുകൊണ്ടാണ് ബാറ്ററി റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ആ ഡാറ്റാബേസും ഡാറ്റ പോകാതിരിക്കുന്നത്. അൺപ്രെഡിക്റ്റബിളി ആൻഡ് പോസിബിളി ഇൻഓപ്പർച്യൂൺ ടൈം. ഓക്കെ, നമ്മൾ യൂസ് ചെയ്ത ആപ്ലിക്കേഷനൊക്കെ വർക്ക് ചെയ്യാൻ കാരണം അതുകൊണ്ടാണ്. പവർ ഇല്ലെങ്കിൽ പോലും ഡാറ്റാബേസിൽ ഡാറ്റ വളരെ സേഫ് ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, ഇവിടെ നോക്കി ഇതന്നെ ഒരു പിക്ചർ കൺട്രോൾ പറയുന്നത്. ഇവിടെ നമ്മൾ യൂസർ ഇന്റർഫേസ് ആണ് ഈ കാണുന്നത്. അതെ, നമ്മൾ യൂസേഴ്സ് വ്യൂ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. വ്യൂ ആണ് ഭാഗം, ഫ്രണ്ട് എൻഡ്. ദെൻ അതിന്റെ ഭാഗത്ത് ഡാറ്റാബേസ് മോഡൽസ് ആണ്, പല മോഡൽസ് ഉണ്ട്. നമ്മളിവിടെ കൺട്രോൾ എന്ന് ടച്ച് ആണ്. ആ യൂസർ ഇന്റർഫേസിൽ നമ്മൾ ടച്ച് ചെയ്തു ഡാറ്റാബേസ് കണക്ടിവിറ്റി, അത് ഏത് മോഡൽസ് ആണ് യൂസ് ചെയ്യുന്നു, യൂസർക്ക് അത് വ്യൂ ചെയ്യുന്നു. ഇതാണ് നോർമൽ സെൻട്രിക് ഡാറ്റ മോഡൽ എന്ന കൺസെപ്റ്റിൽ വരുന്നത്. ദെൻ ഇനി നോക്കാം ആൻഡ്രോയിഡ് ഡാറ്റാബേസ് ക്ലാസസ്. ഡാറ്റാബേസ് ക്ലാസ് ഇത് നോർമൽ വർക്ക് ചെയ്യുന്ന കണ്ടീഷനാണ് ഈ ഒരു പിക്ചറിൽ പറയുന്നത്. അതായത് നോർമൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഏത് ഡാറ്റാബേസ് മോഡലാണ് വർക്ക് ചെയ്യുന്നത് അതിൽ ആ മോഡലിൽ ആക്സസ് ചെയ്യും. അതിനുശേഷം ഹൈറാർക്കിക്കൽ മോഡലായിരിക്കാം, അല്ലെങ്കിൽ നെറ്റ്വർക്ക് മോഡലായിരിക്കാം, ഏതെങ്കിലും ഒരു മോഡലായിരിക്കും ഇത് ഉണ്ടാവുക. നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ ബാക്കിലെ ഡാറ്റ വർക്ക് ചെയ്യുന്നു, യൂസർക്ക് അത് കാണാൻ കഴിയുന്നു. Then Android database classes നോക്കി, the Java classes that gives we access to SQLite functions, structured query lighter functions, Java implementation വേണ്ടിയുള്ള ഫംഗ്ഷൻസ് ആണ്. ഡാറ്റ സെൻട്രിക് മോഡലിൽ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസ്. കാരണം നമ്മൾ ഇന്റർഫേസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡാറ്റാബേസിൽ പോയിട്ട് ഡാറ്റ ആക്സസ് ചെയ്ത് റിട്രീവ് ചെയ്യണം, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യണം, ഏതാണ് ഓപ്പറേഷൻ വർക്ക് ചെയ്യണം. അപ്പൊ അതിന് SQLite ഫംഗ്ഷൻസ് അവൈലബിൾ ആണ്, അത് വേണം, അത് യൂസ് ചെയ്യണം. അത് ജാവയിൽ വർക്ക് ചെയ്യുന്ന കൂടെ ആയിരിക്കണം, കാരണം ജാവ ക്ലാസ്സസ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ജാവ ക്ലാസ് ഉപയോഗിക്കുന്ന SQL ഫംഗ്ഷൻസ് ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതേ നോക്കി, SQLite ഡാറ്റാബേസ്, വേറൊന്ന് കൾസർ, SQLite ഓപ്പൺ ഹെൽപ്പർ, SQLite ബിൽഡ് ക്വറി ബിൽഡർ. ഓക്കെ, ഇത്രയും ഫംഗ്ഷൻസ് ഉണ്ട്. ഇതിലൊക്കെ വരുന്ന ഓരോ ക്ലാസ്സസ് ഉണ്ട്. ഇതൊരു ക്ലാസ്സസ് ആണ് SQLite ഡാറ്റാബേസ് ക്ലാസ്. അതിൽ ഒരുപാട് ഫംഗ്ഷൻസ് പറയുന്നുണ്ട്. കൾസേഴ്സ് ഉണ്ട്, അതിൽ ഫംഗ്ഷൻസ് ഉണ്ട്. കൾസർ നമ്മൾ കഴിഞ്ഞ തേർഡ് മൊഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ടല്ലേ, കൾസർ ഏതാന്നുള്ളത്, സെക്കൻഡ് മൊഡ്യൂൾ അല്ലേ. കൾസറിന്റെ കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൾസർ എങ്ങോട്ട് മൂവ് ചെയ്യുക, ഈസ് ഫസ്റ്റ്, ഈസ് ലാസ്റ്റ്, ബിഫോർ ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ കൾസറിന്റെ ഭാഗം. അപ്പൊ ഓരോ ക്ലാസ്സസിലും അതിൻ്റെതായ ഫംഗ്ഷൻസും അവൈലബിൾ ആണ്. ഡാറ്റാബേസ് കണക്ഷന് വേണ്ടി കമ്മ്യൂണിക്കേറ്റ്, ഡാറ്റാബേസ് സ്ട്രക്ചേർഡ് ക്വറി ലൈറ്റർ ഫംഗ്ഷൻ, അതായിട്ട് അതിന് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസ് ആണ് ഡാറ്റാബേസിന് ആക്സസ് ചെയ്യാൻ. പക്ഷെ അത് ജാവയിൽ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻസ് ആയിരിക്കും.
അപ്പൊ അതുകൊണ്ട് ജാവ ഇംപ്ലിമെന്റ് ചെയ്ത ഫംഗ്ഷൻസ് ആണ് വർക്ക് ചെയ്യുന്നത് ഈ ക്ലാസ്സസിനകത്തുള്ള ഫംഗ്ഷൻസ്. ഓക്കെ. ആൻഡ്രോയിഡ് സപ്പോർട്ട് ഫോർ ഡാറ്റ മോഡൽ ദാറ്റ് മോസ്റ്റ്ലി റിസൈഡ് ഇൻ ദ ഡാറ്റാബേസ്. സോ ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്ന ഡാറ്റാബേസ് മോഡൽ എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസ് കൺസെപ്റ്റ് യൂസ് ചെയ്യുന്ന മോഡൽസ് ഉപയോഗിക്കുന്നത്. ഏത് ഡാറ്റാബേസാ? ആൻഡ്രോയിഡിന്റെ ഡാറ്റാബേസ്. നോർമൽ SQL ആയിട്ട് ഉപയോഗിക്കുന്ന ഡാറ്റാബേസിന്റെ കൺസെപ്റ്റ് തന്നെയാണ് അതിന്റെ ഡാറ്റ മോഡൽസ് തന്നെയാണ് ഇവിടെ ആൻഡ്രോയിഡും സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ ഒരു കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡിവൈസിൽ. ഇവിടെ യൂസർ ഇന്റർഫേസ് കാണിക്കുന്നുണ്ട്, ഈ ഒരു ഭാഗത്ത് നമ്മൾ അത് ടച്ച് ചെയ്യേണ്ടത്, അത് ആക്സസ് ചെയ്യാം. ഇവിടെ ആക്സസ് ചെയ്യുമ്പോൾ കറക്റ്റ് അത് എഡിറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഏതാ നോക്കും. അതെന്താ ഒരു ഓപ്ഷൻ കൊടുത്തത്, നെയിം, ഫ്രെഡ്, ID 6. ഇതാണ് നമ്മളിവിടെ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡാറ്റാബേസ് കാണാതെ ചെക്ക് ചെയ്ത് വെക്കുക. ഡാറ്റാബേസ് പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ ഡാറ്റാബേസിൽ ഏതാണ് ഫയൽ ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് ആക്സസ് ചെയ്ത് നോക്കും. ആ ഡാറ്റാബേസ് എഡിറ്റ് ചെയ്ത് മാറ്റും. അതിനുശേഷം ഇത് യൂസർ വ്യൂവിൽ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ എഴുതി നോക്കിയ കൾച്ചർ, അഡാപ്റ്റർ ക്ലാസ്സസ്, ഈ രണ്ട് ക്ലാസ്സും ഇതോടെ വർക്ക് ചെയ്യുന്നത്. കാരണം ഈ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസിൽ മൂവ് ചെയ്യണം. എങ്ങോട്ടാണ്? ഇപ്പൊ നമ്മൾ ക്ലിക്ക് ചെയ്ത നെയിം ഫ്രെഡ് ആണ്, അതുപോലെ ID 6. ഇപ്പൊ നെയിം ഈക്വൽ ടു ഫ്രെഡ് എന്ന് പറഞ്ഞ ആ ഒരു കണ്ടന്റോട്ട് നമുക്ക് ഇവിടുന്ന് മൂവ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടി കൾസർ അങ്ങോട്ട് മൂവ് ചെയ്യണം. ആ കൾസർ മൂവ് ചെയ്താൽ ആ അഡാപ്റ്റർ ക്ലാസ്സിൽ നിന്ന് ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണം. അപ്പൊ ഏതാ ക്ലാസ്? ഈ അഡാപ്റ്റർ ക്ലാസ്സിൽ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, അതിന് ഡാറ്റ പിക്ക് എഡിറ്റ് ചെയ്യണം. എന്നിട്ട് അത് യൂസർക്ക് വ്യൂ ചെയ്ത് കാണിക്കണം. അപ്പൊ ഈ ഒരു സ്ട്രക്ചറിലാണ് വരുന്നത്. അപ്പൊ നോർമൽ സെൻട്രിക് ഡാറ്റ മോഡൽ ഡാറ്റാബേസ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്തു, ഒരു ഡാറ്റാബേസ് ഇവിടെ വന്നു. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാറുണ്ട്, ഡാറ്റാബേസ് ഉള്ളതും ഡാറ്റാബേസ് ഇല്ലാത്തതും. ഡാറ്റാബേസ് വരുമ്പോൾ എന്ത് ചെയ്യണം, ഡാറ്റാബേസ് ആക്സസ് ചെയ്യാനുള്ള ഈ SQL ആയിട്ട് ഡാറ്റാബേസിന്റെ ക്ലാസ്സസിന് വരുന്ന ഫംഗ്ഷൻസ് വേണ്ടി വരും. കൾസർ ആക്സസ് ചെയ്യാൻ കൾസർ എന്ന ക്ലാസ്സിന് ആക്സസ് ഫംഗ്ഷൻസ് വേണ്ടി വരും. ദെൻ യൂസ് ചെയ്യുന്ന യൂസറിന് ആവശ്യമുള്ള ഹെൽപ്പർ ക്ലാസ് ഫയൽസിന്റെ അതിന്റെ ഫംഗ്ഷൻസ് വേണ്ടി വരും. ക്വറി എക്സിക്യൂട്ട് ചെയ്യാനുള്ള ക്വറി ബിൽഡർ, ക്വറി ക്രിയേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻസ് നമുക്ക് ആക്സസ് ചെയ്യണം. അപ്പൊ ഈ 4 ക്ലാസ്സുകളിൽ നിന്നുള്ള ഫംഗ്ഷൻസ് ആക്സസ് ചെയ്തിട്ടായിരിക്കും യൂസേഴ്സിന് ഈ ബാക്കിന്റെ ഡാറ്റ റിട്രീവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ബാക്കിന്റെ ഡാറ്റ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, രണ്ട് ഓപ്ഷൻസിലും അത് വർക്ക് ചെയ്യും. സെൻട്രിക് ഡാറ്റ മോഡലിന് പകരമായിട്ട് ആൻഡ്രോയിഡ് ഡാറ്റാബേസ് ക്ലാസ്സസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? സോ ഇത്രയാണ് ഈ ഒരു മൊഡ്യൂൾ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ 5th മൊഡ്യൂളാണ് ഡാറ്റാബേസിന്റെ ഒരു കൺസെപ്റ്റ് ആണ് വരുന്നത്. അത് തന്നെ ഈ ഡാറ്റാബേസിന്റെ പ്രോഗ്രാംസ് കുറച്ചൊരു ടഫായി തോന്നാം. ഇതിൽ വരുന്ന സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയി പഠിക്കുക. അത് പഠിച്ചാൽ തന്നെ നമുക്ക് ഇതിനുള്ള ക്വസ്റ്റ്യൻസ്, എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നോർമൽ ബാക്കിയുള്ള ചാപ്റ്ററിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ 5th മൊഡ്യൂളിൽ ചെറിയൊരു പ്രോബ്ലം വരുന്ന ഒരു കേസ് തന്നെയാണ്. അത് ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ എങ്കിലും ഇതിൽ സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻഡ്രോയിഡ് ഡാറ്റാബേസ് ക്ലാസ്സസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു essay ക്വസ്റ്റ്യൻ രൂപത്തിൽ ചോദിക്കാറുണ്ട്. ഇപ്പൊ ഡാറ്റാബേസിന്റെ പെർസിസ്റ്റൻസ്, അതുപോലെ സേവിങ് സ്റ്റേറ്റ് ബണ്ടിൽസ് ഒക്കെ അതിന്റെ ഒരു ഡയഗ്രം ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പോർഷൻസ് നന്നായി നോക്കുക. അതുപോലെ ഞാൻ ഇന്ന് റിവിഷൻ നടത്താം. ആ റിവിഷന്റെ കണ്ടന്റ് നമുക്ക് നോക്കാം, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വന്നുള്ളത് നോക്കാം. ആ ഒരു പോർഷൻ പഠിച്ചാൽ തന്നെ ഈ ഒരു കംപ്ലീറ്റ് ആവും. ഓക്കെ, ഈ ഒരു മൊഡ്യൂൾ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു സെലക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, എല്ലാ പോർഷനും ഓവർകം ചെയ്യാതെ സെലക്ട് ചെയ്തിട്ട് ഇന്ന പോർഷൻസ് മാത്രം ക്രിയേറ്റ് ചെയ്തിട്ട് ഏത് ഭാഗന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് നോക്കിയിട്ട് ആ ഒരു പോർഷൻ മാത്രം പഠിക്കാം. ഇന്നലെ ഇതിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് റിവിഷൻ നോക്കാം അതിനുശേഷം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ റിവിഷൻ ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.